കഴിഞ്ഞ ദിവസം രാത്രിയാണ് കോട്ടയം മിനി സിവിൽ സ്റ്റേഷനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ജീപ്പുകളുടെ കാറ്റ് മണ്ണ് മാഫിയയുടെ ഗുണ്ടകൾ അഴിച്ചുവിട്ടത്. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ഗുണ്ടാസംഘത്തിൽ ഒരാളെ പിടികൂടിയെങ്കിലും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി ഇയാൾ രക്ഷപ്പെട്ടതായി കോട്ടയം തഹസിൽദാർ അനിൽ ഉമ്മൻ പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ്റെ താഴത്തെ നിലയിൽ പാർക്ക് ചെയ്തിരുന്ന തഹസിൽദാറുടെ 2 ജീപ്പുകൾ കാറ്റ് അപരിചിതരായ 2 ആൾക്കാർ വന്നത് കാറ്റ് കുത്തിവിടുന്ന ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ ഇവിടെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹവും ലോട്ടറി ഓഫീസിലെ ആളും കൂടെ കൂടി അവരെ പിന്തുടരുകയും ഒരാളെ പിടിക്കുകയും അങ്ങനെ അത് മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ലോറി പിടിച്ചതിനെ സംബന്ധിച്ചാണെന്ന് അവരുടെ വായിൽ നിന്ന് ഒരു സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. മണ്ണ് മാഫിയക്കെതിരെ നടപടിയെടുക്കുന്നതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജീവനക്കാർ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ പ്രകടനം നടത്തി. കോട്ടയം താലൂക്കിലെ ഉയർന്ന പ്രദേശങ്ങളായ പാമ്പാടി, പങ്ങട, കൂടപ്പട എന്നിവിടങ്ങളിലാണ് മണ്ണെടുപ്പ് വ്യാപകമാകുന്നത്. എടുക്കുന്ന മണ്ണുപയോഗിച്ച് താലൂക്കിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളായ തിരുവാർപ്പ്, കുമരകം, ചെങ്കളം പ്രദേശത്തെ വയലുകൾ നികത്തുകയാണ് ഭൂമാഫിയ. വീട് വെക്കുന്നതിനായി സ്ഥലം നിരപ്പാക്കാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നൽകുന്ന പാസ് ഉപയോഗിച്ചാണ് താലൂക്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ശരിയായ അന്വേഷണം നടത്തി മണ്ണെടുപ്പും നിലനികത്തലും തടയാൻ കഴിയുന്നില്ലെന്ന് കോട്ടയം താലൂക്കിലെ ജീവനക്കാർ പറയുന്നു. റിപ്പോർട്ടർ, കോട്ടയം.